ഇതെന്ത് പറ്റി ഭാർഗു? നമ്മുടെ പിച്ച് ഒഴിവാക്കിയിട്ട് ഇവരുടെ പിച്ച് വന്ന് ബാറ്റ് ചെയ്യുന്നത്? അല്ല ഭാർഗു, ഇവരുടെ റൂമിൽ നിനക്കെന്താ കാര്യം? എന്തു പറ്റി? വന്ന കുട്ടി സിഹി അല്ലെന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ടും അവനത് മനസ്സിലാവുന്നില്ല. പിന്നെയാ സീത, അവളാ സിഹി എന്ന് വിചാരിച്ചിരിക്ക. 2 പേർക്കും തെറ്റിയെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കൊടുക്കണ്ടേ? അതിന് നീ കണ്ടോ? നീ ഇനി എന്ത് ചെയ്യാൻ പോവാ ഭാർഗു? വേഷം മാറി വന്ന കുട്ടി സിഹിയല്ല. അതെനിക്ക് അവളുടെ ഓരോ ചുവടിലും മനസ്സിലാക്കാൻ പറ്റും. സിഹി ഇത്ര സ്മാർട്ടായിരുന്നില്ല വിശ്വ. പക്ഷെ ഇപ്പൊ വന്ന ഈ കുട്ടി ഷീസ് ഓവർ സ്മാർട്ട്. അടുക്കളയിലിരിക്കുന്ന സീതയ്ക്ക് കൊടുക്കുന്ന പൗഡർ എടുത്ത് കളഞ്ഞു. ഈ സമയത്ത് അടുക്കളയിൽ വന്ന് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വിശന്നിട്ടാണ് അടുക്കളയിൽ വന്നതെന്ന് എന്നോട് കള്ളം പറഞ്ഞു. എന്താ ഭാർഗു, സീതയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന പൗഡറോ? ആക്ച്വലി എന്ത് പൗഡറാ അത്? അത് അവളുടെ വയ്യായിക്ക് കൊടുക്കുന്നില്ലേ ആ പൗഡർ. ഓ, അപ്പൊ അത് സീതയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന മരുന്നാണോ? അല്ല, അന്ന് അതെടുത്ത ആ കുട്ടിയില്ലേ, സിഹി എന്ന് പറയുന്ന ആ കുട്ടി, അവളെന്തിനത് കളയുന്നേ? അത് കള ഭാർഗു. ഇപ്പൊ അത് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറോട് പറഞ്ഞ ഡോക്ടർ തരില്ലേ? ഇഷ്ടപ്പെട്ടോ അത്? സൂപ്പർ ഡൂപ്പർ ആയിട്ടുണ്ട്. നിനക്കത് മോഷ്ടിക്കണമെന്നൊന്നും തോന്നുന്നില്ലല്ലോ? ഇനി അതിന് ദേഷ്യം പിടിക്കണ്ട, വെറുതെ പറഞ്ഞതാ. നീ ഇപ്പോ ഒരു ഗുഡ് ഗേൾ ആയിട്ടുണ്ട്. നീ മോഷ്ടിക്കില്ലെന്ന് എനിക്കറിയാം. ഇതിനകത്ത് എന്ത് രസമായിട്ടാണല്ലേ ലൈറ്റ് വരുന്നത്. സിഹി, സുബി, ബഡ്ഡി ബംഗരമ്മ ആന്റി നിന്നെ വിളിക്കുന്നേ. തിരിഞ്ഞു നോക്ക്. ഏ സിഹി, അവിടെ മേലെ കയറിയിട്ട് എന്താ നീ ചെയ്യുന്നേ? ഞാൻ ഇത് നോക്കുമായിരുന്നു. അതോ? അങ്ങനെ നോക്കാൻ അതെന്താ നീ ആദ്യമായിട്ട് കാണുവാണോ? സുബി, അല്ലാന്ന് പറ. അയ്യോ അല്ല, ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്നും കാണുന്ന സാധനമല്ലേ? ഇറ്റ്സ് ഓക്കെ ലിറ്റിൽ ചാം. അതവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. ഇതാ നിന്റെ ഫേവറേറ്റ് ഡ്രോയിങ് ബുക്ക്. അയ്യോ, ഇത് സൂപ്പർ ഡൂപ്പർ ആയിട്ടുണ്ടല്ലോ. എന്താ എന്താ പറഞ്ഞേ? ആ ഡ്രോയിങ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? അല്ല ലിറ്റിൽ ചാം, ഇത് വരച്ചത് നീ തന്നെയല്ലേ? നിന്നെ നീ തന്നെ പൊക്കി പറയുവാണോ? അത് ശരിയാ, ഞാൻ തന്നെ വരച്ചേ. ഇതുപോലെ തന്നെ മോളൊരു ബ്യൂട്ടിഫുൾ പിക്ചർ വരയ്ക്കാവോ? ലിറ്റിൽ ജാം, നല്ല അടിപൊളിയായിട്ട് ബാറ്റ് ചെയ്യണം, അല്ല അപ്പോൾ ഡ്രോ ചെയ്യണം. അത് കണ്ടോ? നീയാണെങ്കിൽ ആ വന്ന കുട്ടി സിഹിയല്ലെന്ന് പ്രൂവ് ചെയ്യുന്നാണ് പറയുന്നത്.
അപ്പൊ ഇവിടെ രാമനും സീതയും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നത്. അതോ സീത ബാക്ക് ടു നോർമൽ? നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ തോന്നുന്നേ. പാകിസ്ഥാനെ പോലെ പൊട്ടിപ്പോകും മോളെ. ഓ ആ മേമ എന്തു പറ്റി? നിങ്ങളെ രണ്ടുപേരും ഇത്ര സന്തോഷത്തോടെ കണ്ടിട്ട് എത്ര നാളായി രാമ. എന്റെ കണ്ണ് നിറഞ്ഞുപോയി. മേമ, നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഒരുപാട് ദിവസമായിരുന്നോ? ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. ആ അത് സീത. ഓ അത് എന്താന്നോ, അത് ആക്ച്വലി സീത ഇത്രയും ദിവസം ഞാൻ ബിസി ആയിരുന്നില്ലേ, നിന്റെ കൂടെ ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ മേമയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ദേഷ്യം വന്ന് എന്നെ അങ്ങ് വഴക്കും പറയും, നീ സീതയുടെ കൂടെ നിൽക്കെന്ന് പറഞ്ഞ്. അതുകൊണ്ട് നിന്റെ കൂടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ മേമ? ആണോ അമ്മേ? സീത അതെന്താണെന്ന് അറിയോ? മേമ, വൺ മോർ തിങ്, എനിക്ക് മേമയുടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. ഇപ്പൊ തന്നെ ഒന്ന് വരാവോ? സീത, നീ ഇത് കണ്ടിന്യൂ ചെയ്തോട്ടോ. സീത മേമ ഒന്ന് വേഗം വന്നേ. ശരി മോളെ. അല്ല സുബി, ആ ബഡ്ഡി ബംഗാരിയമ്മ ആന്റീനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലല്ലേ? അവർക്ക് ഡൗട്ട് വരുന്ന പോലെ തന്നെ സംസാരിക്കണോ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അവർ ഓരോന്ന് ചോദിക്കുമ്പോ എനിക്കെന്താ പറയണ്ടേന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇപ്പൊ കണ്ടോ, ചിത്രം വരയ്ക്കണത്രേ. എന്ത് ചെയ്യാനാ? നീ ഇത്ര ഭംഗിയായിട്ടാ ചിത്രം വരച്ചേ. നിനക്കും ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. വീട് എനിക്കും ചിത്രം വരയ്ക്കാൻ ഇത്ര ഇഷ്ടമാ. എന്റെ വീട്ടില് ഞാനില്ലേ പെൻസിൽ കൊണ്ട് ചിത്രം വരയ്ക്കാറുള്ളതാ. മുത്തശ്ശന്റെ അടുത്ത് ഞാൻ കളർ പെൻസിലൊക്കെ വാങ്ങി തരാൻ പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അവർ വാങ്ങി തന്നില്ല. പക്ഷെ എനിക്കില്ലേ നിന്നെ പോലെ ഇത്ര ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയില്ല. അത്രേ ഉള്ളോ? അത് ഞാൻ പഠിപ്പിക്കാം. എല്ലാം പറഞ്ഞു തരാമെന്ന് പറയും, എന്നിട്ട് ഒന്നും പറഞ്ഞു തരാറില്ലല്ലോ. നേരത്തെ എന്തൊക്കെയോ എഴുതാൻ പറഞ്ഞു തന്നു, അതൊന്നും എനിക്ക് മനസ്സിലായില്ല. അയ്യോ, ഞാനിപ്പോ നിനക്ക് ഡ്രോയിങ് പറഞ്ഞു തരാം. ആ ബഡ്ഡി ബംഗാരി അമ്മാൻറ്റി നിന്റെ ഡ്രോയിങ് കണ്ട് ഷോക്ക് ആവണം. അതെങ്ങനെയാ? ഞാൻ പറയുന്ന പോലെ ചെയ്യോ? എന്താ അപ്പു? മേമ, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. സീതയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, അവളുടെ അസുഖമൊന്നും ഭേദമായില്ലെന്ന് വീണ്ടും വീണ്ടും അവളെ ദയവ് ചെയ്ത് ഓർപ്പിക്കരുത്. ഇൻഫാക്ട് സിഹി നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം സീത നോർമൽ ആയിട്ടുണ്ട്. അവളിപ്പോ എങ്ങനെയാണോ ഉള്ളത് അതുപോലെയൊക്കെ അങ്ങ് പൊയ്ക്കോട്ടെ മേമ, പ്ലീസ്. നോർമലോ? ഇതാണോ അപ്പു നോർമല്? ഒരു അമ്മയ്ക്ക് ഒരു മോള് മരിച്ചു പോയെന്നുള്ള സത്യം മനസ്സിലാക്കാൻ പറ്റാത്തത് നോർമലാണോടാ? അത് മാത്രമല്ല, സിഹിക്ക് ആക്സിഡന്റ് ആയ കാര്യം പോലും നമ്മുടെ സീതയ്ക്ക് ഓർമ്മയില്ല. അതും നോർമലാണോ അപ്പു? പക്ഷേ മേമ, സീതയ്ക്ക് ഇപ്പൊ ഭേദമായാലോ, അവള് നോർമൽ ആണല്ലോ ഇപ്പൊ തന്നെ. എന്ത് ഭേദമായെന്ന് അപ്പു? പാവം സീത ഇപ്പോഴൊരു സാങ്കല്പിക ലോകത്താ. നീയോ
സത്യത്തിൽ നിന്നും ഓടി ഒളിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും സീത എല്ലാ കാര്യങ്ങളും എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന് വെച്ചോ, അപ്പോ തെറ്റുകാരാവുന്നത് ആരാ അപ്പു? നീയല്ലേടാ. എന്റെ ഭർത്താവ് സത്യങ്ങളൊക്കെ മറച്ചു വെച്ചെന്ന് സീതയ്ക്ക് തോന്നില്ലടാ. നിന്റെ ഈ അന്ധമായ സ്നേഹത്തെ സീത വിശ്വാസവഞ്ചനയായിട്ട് കണക്കാക്കൂ അപ്പു. മേമ, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. തൽക്കാലം എനിക്കിവിടെ സീതയും സിഹിയും ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രം മതി. ആ കുട്ടി നമ്മുടെ സിഹി അല്ല അപ്പു. ഇനി എത്ര കാലം നീ നിന്നെ തന്നെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും? ഐ എം ഡാം ഷുവർ അപ്പു, നമ്മുടെ വീട്ടിലേക്ക് വന്ന കുട്ടി സിഹി അല്ല. നീ എന്താ മിണ്ടാത്ത? സത്യമല്ലേ ഞാനീ പറയുന്നേ? എന്തേലും പറ അപ്പു. മേമ, അത് നമ്മുടെ സിഹി തന്നെയാണ്. എന്നെ ആരും പറ്റിച്ചതൊന്നുമല്ല, ഞാൻ ആരെയും പറ്റിക്കുന്നുമില്ല. അത് സിഹി തന്നെയാ. എന്റെ രാമൻ എന്നോട് കള്ളം പറയുവാണല്ലേ? പക്ഷെ അതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ സത്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ കുട്ടി സിഹി അല്ല. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ അവൾക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ടാസ്കോ മേമ? എന്ത് ടാസ്ക്? സിഹി, എനിക്ക് ഇത് വെച്ച് കളർ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് വാട്ടർ കളർ. ഇത് വെച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ വരയ്ക്കാൻ പറ്റും. സിഹി, എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇത് വെച്ച് നിറം കൊടുക്കട്ടെ. ഇത് ക്രയോൺസാ, എന്റെ ഫേവറേറ്റാ. നിന്റെ അടുത്ത് എത്ര കളറുകളാ ഉള്ളേ? ഇതെല്ലാം സീതമ്മ വാങ്ങി തന്നതാ? അച്ഛൻ വാങ്ങി തന്നതാ. വാങ്ങിയത് തന്നെ വീണ്ടും വാങ്ങി കൊടുക്കണോ? ഉള്ളതൊക്കെ തീർക്കാൻ പറഞ്ഞ് സീതമ്മ എന്നെ വഴക്കു പറയും. പക്ഷെ അച്ഛൻ ഞാൻ ചോദിച്ചതെല്ലാം വാങ്ങി തരും. സിഹി, ഞാൻ വരച്ച ഈ ചിത്രം നീ വരച്ച പോലെ ആയിട്ടില്ലെങ്കിലോ? അപ്പോ ഞാൻ നീയല്ല എന്ന് ബഡിബങ്കരമ്മ എനിക്ക് സംശയം വന്നാലോ? അതൊന്നും ആലോചിക്കാൻ പോലുള്ള സമയം കിട്ടില്ല സുബി. ഇത് കാണുമ്പോ തന്നെ അവർ ശരിക്കും ഷോക്കാവും. നീ കണ്ടിന്യൂ ചെയ്തോ, വരച്ചോ വരച്ചോ. സുബി ഗുബി, എന്താ ചെയ്യുന്നേ? ബഡ്ലി ബംഗരമ്മ ആന്റി എന്നോട് ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ട് പോയി. ഞാൻ അത് ചെയ്യുവാ. ചിത്രം വരയ്ക്കാൻ പറഞ്ഞോ? എന്താ വരച്ചെന്ന് കാണിച്ചേ. അടിപൊളിയായിട്ടുണ്ട് സുബി. നിന്നോട് ചിത്രം വരയ്ക്കാൻ പറഞ്ഞല്ലേ? ഇനി കണ്ടോ? റാം, സീത, ഭാർഗവി മേമ, സാധന മേമ, വിശ്വചരീച്ച, വേഗം വാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. വേഗം വന്ന് നോക്ക്. എല്ലാരും വേഗം വാ, സർപ്രൈസ്. വരൂ വരൂ വരൂ. അശോക്, എന്താ സർപ്രൈസ്? എന്താ സുഖം, എന്താ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞേ? സീത, സിഹി വരച്ചതാ. സിഹി വരച്ചതാണോ?
ഇവളെന്താ ഇത് ഇങ്ങനെയൊക്കെ കളർ ചെയ്ത് വെച്ചേക്കുന്നേ? മുൻപ് നന്നായിട്ട് കളർ ചെയ്യായിരുന്നല്ലോ, ഇപ്പൊ എന്തു പറ്റി ഇങ്ങനെ വരച്ചേ? സീത, സിഹി എന്തോ തിരക്കിട്ട് കളർ ചെയ്തപ്പോ ഇങ്ങനെയൊക്കെ ആയത്. ബട്ട് ഡ്രോയിങ് എത്ര ഡീറ്റെയിൽഡ് ആണെന്ന് ഒന്ന് നോക്ക്. ഇതാ നോക്ക്. എന്റെ സ്നേഹം തട്ടിയെടുത്തത് കൊണ്ട് ആ വാണിയുടെ കഥ കഴിച്ചത് തന്നെ ഞാനാ. നമ്മളിപ്പോ അങ്ങോട്ടാ പോകുന്നത്, വാ പോവാം. ഇത് എന്റെ ബർത്ത്ഡേയുടെ അന്നല്ലേ? സിഹിയെ അഡോപ്റ്റ് ചെയ്യുന്ന ദിവസം എന്തോ ഡോക്യുമെന്റ് മിസ്സായിട്ട് ഞങ്ങള് വീട്ടിലേക്ക് വന്നു. അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് സിഹി വാശി പിടിച്ച് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി. സുബി, അതേ സീതമ്മ എന്ന് പറ. അതേ സീതമ്മ. ആ ഫോണിൽ സംസാരിക്കുന്നത് ആരാ? വേറെ ആരാ? ഈ ചിത്രം കണ്ടാ മനസ്സിലാവുമല്ലോ. നമ്മുടെ സിഹി വളരെ ക്ലിയർ ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇത് ഭാർഗവി മേമ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തു. മേമ, അന്ന് നിങ്ങള് ഫോണിൽ എന്താ സംസാരിച്ചെന്ന് ഓർമ്മയുണ്ടോ? അങ്ങനെ ചോദിക്കാ. ഇവള് സിഹിയല്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോ ഇവള് എനിക്കുള്ള കെണി വരച്ചു വെച്ചിരിക്കുന്നു. അത് അന്ന് അച്ഛന് വയ്യാതെ കിടപ്പിലായിരുന്നല്ലോ, ഹോസ്പിറ്റലിലായിരുന്നല്ലോ. അതിനെപ്പറ്റി വിഷയോട് സംസാരിക്കുമായിരുന്നു. അതിന് നീ എപ്പോഴാ എന്നെ വിളിച്ചേ? ഇല്ലല്ലോ ഭാർഗു. ഓർമ്മ വന്നു. നീ എന്നെ അന്ന് വിളിച്ചിരുന്നു. ഹലോ എന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. എന്തിനെ കുറിച്ചാ സംസാരിച്ചേ? ഇങ്ങ് തന്നെ അശോക്, നോക്കട്ടെ. അതെ, ഞാനിപ്പോ വരാവേ. പക്ഷേ എനിക്കത് കഴിഞ്ഞൊന്നും ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. സിഹി, അത് കഴിഞ്ഞ് എന്താ ഉണ്ടായത്? നീ അന്ന് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു, നമ്മൾ പോയി. എന്നിട്ട് സിഹി നിന്നോടാ ചോദിക്കുന്നത്, പറയ് സിഹി, പറയ്. സീത, നിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ചിലപ്പോ അമ്മയായിരിക്കും, ഒന്ന് പോയി നോക്ക്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും.
ബഡ്ഡി ബംഗാരമ്മ ആന്റി ഇത്ര പേടിച്ചു പോയത്? അന്ന് എന്താ സംഭവിച്ചേ? ബഡ്ഡി ബംഗാരമ്മ